എല്ലാവർക്കും വണക്കം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ മണലിവട്ടം എണ്ണപ്പനത്തോട്ടം. എണ്ണപ്പനത്തോട്ടം ഇത് രണ്ട് ഏരിയയിലായിട്ടാണ് കിടക്കുന്നത്. ഒന്ന് ഈ ചിതറ മണലിവട്ടം ആ ഭാഗത്ത്, രണ്ടാമത്തത് അഞ്ചല് പുനലൂർ ഭാഗത്ത്. ഇതിൻ്റെ ഒരു ഗവേഷണ കേന്ദ്രമുണ്ട്. അത് പാലോടാണ്. പാലോടെന്ന് പറയുമ്പം നമ്മളെ പാലോട്ടിൽ നിന്ന് കല്ലറ റൂട്ടിൽ അടയ്ക്കൽ സൊസൈറ്റി വെറ്റിനറി ഒക്കെ അടുത്തടുത്താണ്. അവിടെ കുറേ സർക്കാർ സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഗവേഷണ കേന്ദ്രം വരുന്നത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ അരുവികളും നല്ല പച്ചപ്പാർന്ന സ്ഥലം, ഇടയ്ക്കിടയ്ക്ക് പൂക്കളും വേറെ മരങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്. അതൊക്കെ പൂത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയാണ്. ഈ സീസണിലായിക്കൊണ്ടായിരിക്കും അങ്ങനെ അത്രയും നല്ല ഭംഗി. പിന്നെ ഇടയ്ക്ക് ഈ ചേരയൊക്കെ ഉണ്ട്, ഭയങ്കര ചേരയാണ്. അത് ശ്രീലങ്കന്നാണ്ട് ഇറക്കിയിട്ടാണ് എലിയെ പിടിക്കാനായിട്ട്. അതൊരു ട്രെയിൻ പോകുന്നതൊക്കെയാണ് പോണത്. പ്രകൃതി സൗന്ദര്യം കൊണ്ട് സഞ്ചാരികളെ ആകർഷിക്കുന്നുള്ളൊരു സംശയമില്ല. എണ്ണപ്പന നിറഞ്ഞ ഇരുവശങ്ങളും കാണാൻ ഒരു വല്ലാത്ത ഭംഗി തന്നെ. പിന്നെ ഇവിടെ എണ്ണ നമുക്ക് പാമോയിൽ കിട്ടും മേടിക്കാൻ. വിലയും കുറവാണ്, നല്ല പ്യുവർ സാധനം കിട്ടുകയും ചെയ്യും. പിന്നെ KV ലൈനൊക്കെ പോയിക്കുന്ന ഇതിനകത്തൂടെ. കേരള കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നടത്തുന്നതാണ് എണ്ണപ്പനത്തോട്ടം. ഇത് അധികം ആൾക്കാരൊന്നുമില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ അധികം ആൾക്കാരുണ്ട്. അവിടെ മരങ്ങൾ പൂത്ത് നിൽക്കുന്നു പല സ്ഥലത്തും. രാത്രിയായ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല, കറണ്ടുണ്ട് ഇല്ല. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ വീടുകളുണ്ട്, താമസക്കാരുമുണ്ട്. പിന്നെ കുറേ സ്ഥലങ്ങളിൽ ലയങ്ങളുണ്ട് ഇവിടുത്തെ പണിക്കാർക്ക് താമസിക്കാനുള്ളത്. എന്തായാലും കൊള്ളാം, സമയം പോകും. ഞാൻ ഒരു 10-30 കിലോമീറ്റർ ഇതിനകത്തൂടെ കിടന്ന് കറങ്ങി. പിന്നെ ആ തായിപ്പോയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ മൊബൈലിനൊക്കെ റേഞ്ച് വളരെ കുറവാണ്. നാവിഗേഷൻ നോക്കിയൊന്നും പോക്ക് നടക്കൂല. ഇത് അവസാനം വഴി തെറ്റിയൊക്കെ പോകും. ഞാൻ ഇവിടെ തന്നെ വന്നു നിന്നിട്ട് എങ്ങോട്ട് പോകണമെന്ന് എനിക്കൊരു ഇഷ്ടമില്ലാതായി. പിന്നെ ഇനി നേരെ പോകാന്ന് വിചാരിച്ചു. എണ്ണപ്പന പല പരുവത്തിന് നിൽക്കുകയാണ്. ചെറുതും വലുതും ആവശ്യം പോലെ അങ്ങ് നിൽക്കുകയാണ്. കുറേ സ്ഥലത്ത് പ്ലാന്റ് ചെയ്യാനുമുണ്ട്, ചെയ്തിടത്തുണ്ട്. പിന്നെ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. എണ്ണപ്പന ഇഷ്ടം പോലെ അവിടെ വെട്ടിയിട്ടേക്കുന്നു കുറേ സ്ഥലങ്ങളിൽ. അതൊക്കെ പിന്നീട് വണ്ടി വന്ന് എടുത്തോളൂ. എന്തായാലും കൊള്ളാം. റോഡ് അത്ര ക്ലിയർ അല്ല. റോഡെന്ന് പറഞ്ഞാൽ മുഴക്കം കല്ലുകളുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ചില സ്ഥലത്ത് ടാറിട്ടിട്ടുണ്ട്, ചില സ്ഥലത്ത് കോൺക്രീറ്റ് ആണ്. വലിയ കുഴപ്പമില്ല. രണ്ടുപേരൊക്കെ ലോഡ് വെച്ചൊക്കെ പോണ കാര്യം പറഞ്ഞു. പിന്നെ ഈ ഉള്ളിലോട്ട് വലത്തോട്ടും ഇടത്തോട്ടുമൊക്കെ ഈ എടുക്കാൻ പോകാനുള്ള വണ്ടി പോകാനുള്ള സ്ഥലങ്ങളാണ്. അതിൽ നമുക്ക് പോവാം. പക്ഷെ പോയാൽ ഒറ്റയ്ക്ക് പോകണമായിരിക്കും നല്ലത്. രണ്ടുപേരൊക്കെ പോയാൽ പാടാണ്. ഇവിടെയാണ് ഈ എണ്ണ കൊടുക്കുന്ന സ്ഥലം, പാമോയിൽ. ഓയിൽ ഫാം ഇന്ത്യ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആരുമില്ല. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ എണ്ണ കിട്ടുമെന്ന് പറയുന്നു. ഇവിടെ കുറച്ച് ഭാഗം റോഡ് നല്ല ഭംഗിയുണ്ട്. വേറെ വലിയ കട്ടറും കാര്യങ്ങളൊന്നുമില്ല. രണ്ട് സൈഡ് മുള്ളുവലിയൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി ഇട്ടായിക്കാണ്. പിന്നെ ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ വരണമെങ്കിൽ ആരാണ് എന്തരാണെന്നൊക്കെ ചോദിക്കും. എവിടെ പോണ് എന്നൊക്കെ ചോദിക്കും. കാര്യം പറഞ്ഞാൽ കയറ്റി വിടും. അത് പോലീസും ഉണ്ട്, പോലീസിൻ്റെ ഒരു ചെക്ക് പോസ്റ്റും ഉണ്ട്. പിന്നെ ഈ തോട്ടത്തിൻ്റെ വകയായിട്ടുള്ള ചെക്ക് പോസ്റ്റും ഉണ്ട്. ഇതാണ് അപ്പം പോകുന്നത്. ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇവിടെ ഈ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആൾക്കാർ നിൽക്കും. അതോ ഞാൻ വന്നപ്പോഴും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ നല്ല ഭംഗിയുണ്ട സ്ഥലം. ഇത് കുറേ ഏരിയ കാണാം. ഇവിടെ നിന്ന് നല്ല രസമുണ്ട്. ഇവിടെ നല്ല കാറ്റുമാണ്. ഇവിടെ എന്നാൽ കുടുക്കത്തിപ്പാറയൊക്കെ കാണാം. നമ്മളെ മൊബൈലിന്റെ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ. കാരണം അപ്പം കുന്ന് അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ചെയ്യണം. അടുത്തൊരു വീഡിയോ അത് ചെയ്യാം.
ആൾക്കാർ വന്ന കാറാണ് ആ വല സൈഡിൽ കിടക്കുന്നത്. ചെറിയൊരു മഴക്കോളുണ്ട് ഞാൻ വന്ന സമയത്ത്. കുടുക്കത്തിപ്പാറ ഒന്ന് സൂം ചെയ്ത് നോക്കാം, ചിലപ്പോ കിട്ടും. ആ ദൂരോട്ട് കാണാനാണ് കുടുക്കത്തിപ്പാറ. അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്, നല്ല ഭംഗിയാണ്. അവിടെ ഇതിന് മുമ്പ് പോയിട്ടുണ്ട്. എൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പം അടുത്ത് ഒരു ദിവസം പോയി ആ വീഡിയോ എടുക്കാം. ഇവിടെ നല്ല കാറ്റും നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഇവിടെ റെസ്റ്റ് എടുക്കാനൊന്നും ഇരിക്കാനൊന്നും ഒന്നുമില്ല. ചുമ്മാ നിൽക്കാനോ അല്ലെങ്കിൽ കാറുണ്ടെങ്കിൽ കാറിൽ കയറി ഇരിക്കാം. നല്ല റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമൊന്നും. അതായത് ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടായിരുന്നെങ്കിൽ അത്രയും നല്ല രസകരമായിട്ടൊരു സ്ഥലമാണ്. പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല. പിന്നെ എണ്ണപ്പനയ്ക്കകത്തോട്ട് നമുക്ക് പോകാമെന്നുള്ള സ്ഥലമല്ല. അതിനെ കൊണ്ടറിയാമെന്നും വയ്ക്കാത്ത ടൂറിസ്റ്റ് കേന്ദ്രം. ഇവിടെ സിനിമ ലൊക്കേഷനൊക്കെ ആയിരുന്നു. സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ദുൽഖർ സൽമാൻ്റെയൊക്കെ സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് സഞ്ചാരികളും ഉണ്ട്. ഇവിടെ നമ്മൾ കുറേ സമയം ഇവിടെ ഉണ്ട്. ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ സമയം ഇവിടെ വന്നു. കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പിന്നെ നമ്മൾ കുറച്ചങ്ങ് താഴോട്ട് പോയിട്ട് ഇടത്തോട്ടങ്ങ് പോയി. പിന്നെ എണ്ണപ്പനയ്ക്ക് അകത്തോട്ട് പോയി. പൈസ ചിലവൊന്നുമില്ല, എങ്കിലും ഈ അടുത്തൊക്കെ ഉള്ളവർക്ക് കൊള്ളാം. ദൂരം നിന്ന് വരണവർ രാവിലെ വന്ന കൊല്ലത്തുനിന്നൊക്കെ രാവിലെ വന്ന ഒരു 40-45-50 കിലോമീറ്റർ ഉണ്ട് ഇവിടെ വരാൻ. പക്ഷേ ഭംഗിയാണ് സമയം. പിന്നെ വേറെ പൈസ ചിലവൊന്നുമില്ല. പിന്നെ ആഹാരം വെള്ളമൊക്കെ നിങ്ങൾ കൊണ്ടുവരണം. ഇവിടെ ഒന്നും അടുത്തങ്ങ് മേടിക്കാൻ കിട്ടില്ല. ചെറിയ തൈകളാണ്. എന്നാൽ പിന്നെ ചെറിയ തൈ പല പല സെക്ഷനായിട്ട് പ്ലാന്റ് ചെയ്തേക്കുന്നു. കുറച്ച് സഞ്ചാരികളുണ്ട്. അവരെ കാറാണ് കിടക്കുന്നത്. ഇവിടെ നമ്മൾ പിന്നെ കുറച്ചുകൂടെ താഴോട്ടൊക്കെ വന്നു. കറങ്ങി വഴി അറിഞ്ഞുകൂടാതെ പോയാൽ പോയി. എപ്പോഴും ഞാൻ അല്ല ചുരുളി സിനിമ കണ്ടാണ് കറങ്ങാനേ വെക്കൂ ഇങ്ങോട്ട്. പിന്നെ മാപ്പൊന്നും കിട്ടൂല. മാപ്പ് കിട്ടാൻ ഇവിടെ റേഞ്ചില്ല, മൊബൈലിന് റേഞ്ചില്ല. എങ്കിലും ഗൂഗിൾ മാപ്പൊക്കെ നോക്കാമായിരുന്നു. റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഇങ്ങനെ നടന്ന് ചുറ്റം അടിക്കാനേ വെക്കുന്നില്ല. നമ്മളിപ്പോൾ കുറച്ച് താഴോട്ട് വന്ന് ഉള്ളിലോട്ടൊന്ന് കയറി. ഇവിടെ അത്യാവശ്യം വഴിയുണ്ടെന്നേ ഉള്ളു. ഒരു പരുവത്തിന് ബൈക്കായിക്കൊണ്ട് വന്നു. പിന്നെ ബൈക്ക് ജീപ്പൊക്കെ വരുമായിരിക്കും. ഇവിടെ ഈ എണ്ണപ്പനയ്ക്ക് ആവശ്യമുള്ള വളം ഇവിടുന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ ഉള്ള റോഡാണിത്. അതുകൊണ്ട് വലിയ വൃത്തിയൊന്നുമില്ല. ഈ കാട് പോലും ചെത്തിയിട്ടിട്ടില്ല. ഇത് ചെറിയ പരുവത്തിനുള്ള എണ്ണപ്പനകളാണ്. ചെറുത്, ഇതിൽ നിന്നും ചെറുത് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ജോലിക്കാരും ഉണ്ട്. എവിടെയെങ്കിലും വെച്ച് നമുക്ക് ഏതെങ്കിലും ജോലിക്കാരെ കാണാൻ പറ്റും ഇതേ പോയാൽ. അവിടെ നമ്മളെ കുറേ നേരം നിന്നു. 10-15 മിനിറ്റ് അവിടെ നമ്മൾ നിന്നു. അക്കരോട്ടൊക്കെ കാണുന്ന ഒരു വനമാണ്. ഈ വനത്തിൻ്റെ സൈഡാണിത്. വനത്തിൽ നിന്നാണ് എത്ര ഹെക്ടർ എണ്ണപ്പനയ്ക്ക് വേണ്ടി എടുത്തേക്കുന്നത്. എന്തായാലും വളരെ ഭംഗിയുണ്ട്. നല്ല കാറ്റുമുണ്ട്. നമുക്ക് എത്ര സമയം വേണോ ഇവിടെ ഇരുന്ന് സമയം പോകും. പൊന്മുടിയൊക്കെ കാണാം ഇവിടെ നിന്ന. ഒരുപാട് ഏരിയകൾ കാണാൻ പറ്റും. ഇവിടെ ഒരു ക്ഷേത്രവും ഒക്കെ ഉണ്ട്. ഈ ലാസ്റ്റ് ഭാഗത്തോട്ട് ആ ക്ഷേത്രമൊക്കെ അങ്ങോട്ട് പോകണം. ഒരു അപ്പുപ്പങ്കാവ്, ഈ ക്ഷേത്രമാണ് അപ്പുപ്പങ്കാവ്. ഇവിടെ പൂജയ്ക്കൊന്നും ഒന്നും ആരും ഇല്ലായിരുന്നു. പിന്നെ അവിടെ വന്ന് നമ്മൾ ഇവിടെ മുറുക്കാൻ വയ്ക്കുന്നതാണ് പ്രധാനം. മുറുക്കാനും തിരിയൊക്കെ അതൊക്കെ മേടിച്ച് കൊളുത്തി പോവാം. ആ മരത്തിൻ്റെ വീട്ടിലാണ് മുറുക്കാൻ വയ്ക്കുന്നത്. അടുത്തൊരു കടയുണ്ട്. അവിടെ നമുക്ക് മുറുക്കാനൊക്കെ മേടിച്ച് ഇവിടത്തേക്ക് തിരി മുറുക്കാനും അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ അവിടെ കിട്ടും. ഈ ക്ഷേത്രത്തോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോ ഇതിൻ്റെ ഒരു വലിയ ക്ഷേത്രം ഇതിൻ്റെ മുകളിലുണ്ട്, അവിടെ തുടങ്ങാം.
രണ്ടാമത്തെ വീഡിയോ. ഈ ക്ഷേത്രം കൊള്ളാം. ഈ കാട്ടിൻ്റെ നടുക്ക് ഈ ക്ഷേത്രം, ഈ ഇവിടുന്ന് വലത്തോട്ടാണ് നമുക്ക് അടുത്ത ക്ഷേത്രത്തിൽ പോകാൻ. നല്ല കടുത്ത തേരിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ആ വഴി ഇതാണ്. ഇതൊന്ന് മൊത്തം തേരിയാണ്, ഫുൾ തേരി.